അങ്ങനെ കൃത്യം 10:30 നമ്മൾ ഒരു വർഷമായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ആപ്പിൾ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ഇവൻ്റെ പേര് നമുക്കറിയാം, കാലിഫോർണിയ സ്ട്രീമിംഗ് എന്നാണ്. ആ ഒരു പേരിനെ അനുവർത്തമാക്കുന്ന രീതിയിലുള്ള ഫൂട്ടേജാണ് ഇൻട്രോയിൽ കൊടുത്തത്. അതായത് കാലിഫോർണിയയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള സീനിക് ബ്യൂട്ടീസ് ഉള്ള കുറേ പ്ലേസസ് ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻട്രോ. അതിനുശേഷം നമ്മൾ ടിമ്മണ്ണൻ സ്റ്റേജിലേക്ക് വന്നു. അവിടെ നിന്ന് അങ്ങ് തുടങ്ങി നമ്മളുടെ ഐപാഡിലാണ് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഐപാഡിൽ നിന്ന് തുടങ്ങാം. ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യം ബേസ് മോഡൽ ഐപാഡാണ്. ബേസ് മോഡൽ ഐപാഡ് 2 കളേഴ്സിലാണ് വരുന്നത്. ഒന്ന് സിൽവറിലും മറ്റൊന്ന് സ്പേസ് ഗ്രേയിലും. ഇത് 9th ജനറേഷൻ ഐപാഡാണ്. അതിൻ്റെ ഓവറോൾ ഡിസൈൻ വൈസ് യാതൊരു ചേഞ്ചും ഇല്ല. ഇതുവരെ എങ്ങനെയായിരുന്നു നമ്മുടെ ബേസ് മോഡൽ ഐപാഡ് ഉണ്ടായിരുന്നത് ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ്. പക്ഷേ ആകെ ഒരു ഡിഫറൻസ്, നമുക്ക് കാണാവുന്ന ഡിഫറൻസ് വന്നേക്കുന്നത് നമ്മളുടെ ഡിസ്പ്ലേയുടെ കാര്യത്തിലാണ്. അതിപ്പോൾ ഒരു 500 നിറ്റ്സ് ഉള്ള 500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതേപോലെ ഇതിൽ ഒലിഗോഫോബിക് കോട്ടിങ്ങും ഫസ്റ്റ് ജനറേഷൻ ആപ്പിൾ പെൻസിലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഐപാഡിൽ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റേർണൽസ് ആണ്. കാരണം ഇൻ്റർനെറ്റിൽ മുഴുവനും ഉണ്ടായിരുന്ന ഒരു മനസ്സിലെ ധാരണ എന്ന് പറയുന്നത് A12 ബയോണിക് വരുമെന്നായിരുന്നു. പക്ഷേ A13 എന്ന് പറഞ്ഞ പവർഫുൾ പ്രോസസ്സറാണ് നമ്മുടെ ഐഫോൺ 11ലും 11 പ്രോയിലും എല്ലാം വന്ന് ആ സെയിം പ്രോസസ്സറാണ് നമ്മുടെ 9th ജനറേഷൻ ഐപാഡിനെ പവർ ചെയ്യുന്നത്. പിന്നീട് ഇതിൽ പറയത്തക്ക ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മളുടെ ക്യാമറ സൈഡിലാണ്. ബാക്കിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. അതിൽ അപ് ടു 1080p 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ നേരെ മറിച്ച് ഫ്രണ്ടിൽ ആപ്പിൾ ഇതിൻ്റെ ഒരു 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ കിട്ടുന്ന ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 122 ഡിഗ്രിയാണ്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് സെൻറ്റർ സ്റ്റേജ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. രണ്ടാമത് സീനിലേക്ക് കയറി വന്നത് നമ്മളുടെ ഐപാഡ് മിനിയാണ്. എനിക്ക് തോന്നുന്നു ഐപാഡ് ലൈനപ്പിലെ ഈ വരും വർഷങ്ങളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഐപാഡ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് ഐപാഡ് എന്ന് പറയുന്നത് മിക്കവാറും ഐപാഡ് മിനി ആകാനുള്ള ചാൻസാണ് ഇതിലൂടെ കാണുന്നത്. ഇനി ഐപാഡ് മിനിയെ പറ്റി പറയുകയാണെങ്കിൽ 4 പുതിയ കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് സ്പേസ് ഗ്രേ, പിങ്ക്, പർപ്പിൾ, അതോടൊപ്പം തന്നെ സ്റ്റാർ ലൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കളറും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറേജാണ്. 64 GB-ലും 256 GB-ലുമാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസൈനാണ്. ഞാൻ പറഞ്ഞ പോലെ ബോക്സി ഡിസൈനാണ്. ആ ഒരു സ്ക്വയർഡ് ഓഫ് ആയിട്ടുള്ള ഐപാഡ് എയർ എങ്ങനെ ഇരിക്കുന്നു അത് തന്നെ അതേ ഡിസൈൻ, അതേ പാറ്റേൺസ്, അതേ പോർട്ട് സെലക്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ. നമുക്ക് ഫ്രണ്ട് ഫയറിങ്ങും ബാക്ക് ഫയറിങ്ങും ആയിട്ടുള്ള 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഏറ്റവും ടോപ്പിലാണ് നമുക്ക് പവർ ബട്ടൺ. അതിൽ ടച്ച് ID 2nd ജനറേഷൻ ഉണ്ട്. ഇതിലെ വൺ ഓഫ് ദ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. കാരണം ഇത്രയും കോമ്പാക്റ്റ് ഉള്ള ഡിവൈസിൽ നമുക്കൊരു 8.3 ഇഞ്ചുള്ള ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഐപാഡ് മിനിയുടെ കാര്യത്തിലേക്ക് വരുമ്പം വീണ്ടും ആപ്പിൾ നമ്മളെ ഇവിടെ ഞെട്ടിച്ചു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസ് മോഡൽ ഐപാഡിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ഇതിൻ്റെ ചിപ്പിൽ ആപ്പിൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് കൊടുത്തത്. നമ്മൾ ലീക്സിലൊക്കെ കണ്ടത് ഇതൊരു A14 ബയോണിക് ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ആപ്പിൾ അവിടെ നിന്നും പതിവിന് വിപരീതമായിട്ട് A15, നമ്മളെ iPhone 13 ലോഞ്ച് ചെയ്യുന്ന ഏറ്റവും പുതിയ പ്രോസസ്സറായിട്ടുള്ള A15 ആണ് ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. A15 പറ്റി നമുക്ക് iPhone 13 വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്നാണ്. പിന്നീടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. iPhone 12 വന്ന പോലത്തെ 12 മെഗാ പിക്സൽ 1.8 ആപ്പറേച്ചറുള്ള ഒരു ക്യാമറ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഐപാഡ് എയറിൽ എന്തൊക്കെയാണോ നമുക്ക് അവൈലബിൾ ആക്കുന്നത് ആ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇൻ അഡീഷൻ നമുക്ക് ഫ്രണ്ട് ഫേസിങ്ങിലും ഇതുപോലെ തന്നെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് വന്നിരിക്കുന്നത് 12 മെഗാ പിക്സലിൻ്റെ. അതും 2.2 ആപ്പറേച്ചറുള്ളത്. ഈ ഒരു ഫ്രണ്ട് ഫേസിങ്ങും ബാക്ക് ഫേസിങ്ങും ആയിട്ടുള്ള ക്യാമറേസിൽ നമുക്ക് HDR3 സപ്പോർട്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐപാഡ് മിനിക്ക് ശേഷം ആപ്പിൾ ഇവൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ വാച്ച് സീരീസ് 7 ആണ്. വാച്ച് സീരീസ് 7 പറ്റി നമുക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ സ്പെക്കിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ അവൈലബിൾ അല്ല. കാരണം അത് ലേറ്റർ ഫോണിലേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിലൊക്കെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ല. പക്ഷേ എങ്കിലും ഞാൻ പറയാം, നമുക്ക് ആ ഒരു ബോക്സി ഡിസൈൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ബോക്സി ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല വാച്ച് സീരീസ് 7 കാര്യത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ലഭിച്ചത്. അതിൽ ചെറിയൊരു സങ്കടമുണ്ട്. കാരണം എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് നമുക്ക് ബോക്സി ഡിസൈൻ എന്ന് പറഞ്ഞാൽ. അപ്പം നിലവിൽ വാച്ച് സീരീസ് 6-ലും 5-ലും ഒക്കെ വന്ന പോലെ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് വാച്ച് സീരീസ് 7-ലും വരുന്നത്. പക്ഷേ ആകെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോർഡേഴ്സ്, ഈ ഡിസ്പ്ലേയും ആ ഒരു ഷാസിയും തമ്മിലുള്ള ഇടയ്ക്കുള്ള ബോർഡേഴ്സ് ഇച്ചിരി കൂടെ ഷ്രിങ്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കൂടെ എഡ്ജിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ആപ്പിളിന് ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കൂടെ ബോർഡേഴ്സ് വളരെ തിന്നായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഡിസ്പ്ലേയിലേക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈസ്, സ്ട്രാപ്പിൻ്റെ സൈസ് അത് 41 മില്ലിമീറ്ററും അതേപോലെ തന്നെ 45 മില്ലിമീറ്റർ എന്ന പുതിയ 2 സൈസാണ് ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പം അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ടഫസ്റ്റ് ആയിട്ടുള്ള വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഇപ്പം ആപ്പിൾ വാച്ച് സീരീസ് 7 ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പിന്നീട് ആപ്പിൾ ഇവൻറ്റിൽ കാണിച്ചത് നമ്മുടെ ഫിറ്റ്നസ് പ്ലസ് ആപ്പിളിൻ്റെ സർവീസുകളുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ TV പ്ലസ്സിൽ പുതിയ സീരീസും കാര്യങ്ങളൊക്കെ വരുന്നു. ആ കാര്യങ്ങളൊക്കെ കാണിച്ചു. അതിനുശേഷമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് നമ്മളെ ഐഫോണിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ iPhone 13-ഉം 13 മിനിയുമാണ്.
അപ്പോൾ iPhone 13ഉം 13 മിനിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പോലെ ആ സെയിം സൈസാണ് 6.1 ഇഞ്ചും 5.4 ഇഞ്ചും. നമ്മൾ ഇന്നലെ ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ലീക്കിലെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ് ബേസ് സ്റ്റോറേജ് ആപ്പിൾ അപ്ഗ്രേഡ് ചെയ്തു 64 നിന്ന് 128 ആക്കി. ഇതിൽ 5 കളേഴ്സാണ് വരുന്നത്. ഒന്ന് നമുക്ക് പ്രൊഡക്റ്റ് പുതിയ കളറായിട്ടുള്ള സ്റ്റാർ ലൈറ്റ്, മിഡ് നൈറ്റ്, പിങ്ക്, അതേപോലെ തന്നെ ബ്ലൂ. ഇതിൻ്റെ ഷേപ്പും ഡിസൈനും കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്. ആകെ പെട്ടെന്ന് 13ഉം 12ഉം മനസ്സിലാക്കാൻ നിലവിൽ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ ക്യാമറ ലേ ഔട്ട്. ആ ഒരു ക്യാമറ ഡയഗണലിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള 12ലുള്ള സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിലുള്ള. പക്ഷേ അതിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 12ൽ 500 നിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 800 നിറ്റ്സ് ആണ് ഇതിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. HDR മോഡിൽ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 നിറ്റ്സ് ആണ്. പിന്നീട് ഇതിൽ ഏറ്റവും വലിയ ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മളുടെ ചിപ്പിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ മുമ്പേ കണ്ട പോലെ A50 എന്ന് പറയുന്ന പുതിയ 5 നാനോമീറ്റർ ചിപ്പാണ് വന്നിരിക്കുന്നത്. അതൊരു 64 ബിറ്റ് ആർക്കിടെക്ചറുള്ള ഒരു ചിപ്പാണ്. അതിലൊരു മെയിൻ എടുത്തു പറയേണ്ട ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 13 മിനി 13ലും 13 പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിലെ GPUയുടെ കോറിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. GPU കോഴ്സ് 13 മിനിയിലും 13ലും 4 GPU കോഴ്സേ ഉള്ളൂ. അതോടൊപ്പം തന്നെ 6 CPU കോഴ്സ് ഉണ്ട്. അതിൽ 4 ഹൈ എഫിഷ്യൻസി കോറും 2 ഹൈ പെർഫോമൻസ് കോറുമാണ് ഉള്ളത്. പ്രോ മോഡൽസിൽ iPhone 13 Pro 13 Pro Maxൽ അതിൽ 5 കോറ് GPU കോഴ്സ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് A15ൽ 15 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണുള്ളത്. അതേപോലെ ഇതിന് 15.8 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ഇത് ഹാൻഡിൽ ചെയ്യും. A15ൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് A14നുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ക്യാഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് A14നേക്കാളും ലാർജറാണ്, 2 ടൈംസ് ലാർജറാണ്. അതേപോലെ തന്നെ പുതിയ ഫങ്ഷണാലിറ്റി ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി സ്റ്റൈല്, അതേപോലെ തന്നെ ProRes വീഡിയോസ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുതിയൊരു ISP ആണ് ആപ്പിൾ ഈ ഒരു A15ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പിന്നീട് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ഇതിൽ 2 ഡ്യുവൽ ക്യാമറാസും വന്നിരിക്കുന്ന 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അതിലൊരു അൾട്രാ വൈഡും ക്യാമറാസ് ആണുള്ളത്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മൾ iPhone 12 Pro Maxൽ കണ്ട ആ ഒരു സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ അത് ഈ തവണ വന്നപ്പം ആപ്പിളിൻ്റെ 13 ലൈനപ്പിൽ എല്ലാ വൈഡ് ക്യാമറാസിലും, അൾട്രാ വൈഡ് അല്ല വൈഡ് ക്യാമറാസിലും ആപ്പിൾ അത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ 2 ലെൻസുകളും പുതുതാണ്. അതായത് 1.6 ആപ്പറേച്ചറുള്ള വൈഡും അതിൽ 7 എലമെൻറ്റ് ലെൻസാണ് വരുന്നത്. അതേപോലെ തന്നെ 2.4 ആപ്പറേച്ചറുള്ള ഒരു അൾട്രാ വൈഡും അതൊരു 120 ഡിഗ്രി ആംഗിളുള്ള ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള ഒരു ലെൻസാണ്. ഇതിൽ HDR4ഉം ഡീപ് ഫ്യൂഷൻ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ പുതുതായിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫങ്ഷണാലിറ്റിയാണ് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കോൺഫിഗറേഷൻസ് നമ്മുടെ ഫോട്ടോസ് ഓപ്ഷനിൽ പ്രോ യൂസേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ 4 മോഡൽസിനും അവൈലബിൾ ആണ്. ആ ഒരു സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് സ്കിൻ ടോൺസ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോമ്പോസിഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് എന്താണ് അതിനകത്ത് സബ്ജക്റ്റ് അതനുസരിച്ച് നമുക്ക് ഈ ഓരോ ഫോട്ടോഗ്രാഫിക് സ്റ്റൈലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ആപ്പിൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമാറ്റിക് മോഡ് എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷണാലിറ്റിയും നമുക്ക് ഈ ഐഫോണിൻ്റെ എല്ലാ 13 മോഡൽസിലും അവൈലബിൾ ആണ്. ഈ ഒരു സിനിമാറ്റിക് മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് കൊടുക്കാൻ സാധിക്കും. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ശരിക്കും DSLR ക്യാമറാസിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ്, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോർട്രേറ്റ് മോഡ്, അതായത് ബാക്കിൽ ബ്ലറായിട്ടിരിക്കുക, സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ആയിരിക്കുന്ന ആ ഒരു ഫങ്ഷണാലിറ്റിയും ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്നത് നമ്മളുടെ iPhone 13 Pro ആണ്. 13 Proയും 13 Pro Maxും അത് നിലവിലുള്ള പോലെ തന്നെ നമുക്ക് ബോത്ത് 6.1 ഇഞ്ചിലും 6.7 ഇഞ്ചിലും നമുക്ക് ഡിവൈസുകൾ രണ്ടും അവൈലബിൾ ആണ്. അതിനും ഈ ഒരു സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത്, 4 കളേഴ്സ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 128, 256, 512. ഇന്നലെ നമ്മൾ കണ്ട പോലെ 1 TB ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഒരു ProRes എന്ന് പറയുന്ന ഒരു പുതിയ PDF ഫോർമാറ്റ് നമുക്ക് iPhone 12 Pro ഡിവൈസുകൾക്ക് അവൈലബിൾ ആണ്. അതാണ് ഇതിനുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ iPhone 13 Proയിലും Pro Maxലും നമുക്ക് ProRes എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഡിവൈസിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ProRes നിങ്ങൾക്കറിയാം വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കൊമേഴ്ഷ്യൽസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ProResലാണ്. പിന്നീട് ഇതിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മളുടെ ലുക്കിൽ വരുന്ന ഒരു ചേഞ്ചാണ്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ
ബോത്ത് ഐഫോൺ 13 4 ഡിവൈസുകൾക്കും നമുക്ക് ആ ഒരു നമ്മൾ ലീക്സിലെല്ലാം കണ്ട പോലെ തന്നെ നമ്മളുടെ ഫേസ് ഐ ഡി ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ട്രൂട്ടപ്പ് സെൻസറുള്ള ഒരു ഫേസ് ഐ ഡിയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫേസ് ഐ ഡിയുടെ സൈസ് ചെറുതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വലിയൊരു മാറ്റം വന്നേക്കുന്നത് നമ്മളെ ലീക്സിൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പ്രൊമോഷൻ എന്ന് പറയുന്ന 120 Hz നമുക്ക് അവൈലബിൾ ആണ്. അതായത് 10 Hz മുതൽ 120 Hz വരെ നമുക്ക് വേരിയബിൾ റിഫ്രഷ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ കൈകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ തൊട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്തെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് വായിക്കുന്ന സമയത്ത് ഇതെല്ലാം സ്റ്റാറ്റിക് ആയിട്ടുള്ള 10 Hz റിഫ്രഷ് റേറ്റ് ആണ് നടക്കുന്നത്. അത് നമ്മളെപ്പം തൊടുന്നു അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു ആ ഒരു മൊമെൻറ്റിൽ അതൊരു 120 Hzലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഡിസ്പ്ലേയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1000 nits ആണ്. അതോടൊപ്പം ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 ആണ്. അപ്പം ആ ഒരു വലിയൊരു ചേഞ്ച് നമ്മുടെ ബ്രൈറ്റ്നസിൻ്റെ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് വെളിയിൽ പകൽ പോയിരുന്നാലും നമുക്ക് സുഖമായിട്ട് ഇനി മുതൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ രീതിയിലെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചിപ്പ് തന്നെയാണ്. അതിനെ പവർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അഡീഷണൽ ആയിട്ട് നമുക്ക് GPUയിൽ ഒരു കോറും കൂടെ എക്സ്ട്രാ നമുക്ക് ഐഫോൺ പ്രോ ഡിവൈസിന് വരുന്നുണ്ട്. മൂന്നാമത്തെ ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. 3 ക്യാമറാസും നമുക്ക് ടെലിഫോട്ടോ ഉണ്ട്, അൾട്രാ വൈഡ്, ഈ 3 ക്യാമറാസും 12 MP ക്യാമറാസ് തന്നെയാണ്. അതിൽ അൾട്രാ വൈഡും ടെലിഫോട്ടോയും ഈ 2 ലെൻസുകൾ എന്ന് പറയുന്നത് 6 element ലെൻസാണ്. വൈഡ് മാത്രം നോർമൽ വൈഡ് ലെൻസ് മാത്രം അതൊരു 7 element ലെൻസാണ്. ഇതിൻ്റെ അകത്തെ മറ്റൊരു പ്രത്യേകത ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് എന്ന് പറയുന്നത് 77mm സൂമാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇച്ചിരി കൂടെ പക്കായിട്ടുള്ളൊരു സൂമാണ് ഈ ഒരു 77mm എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് സ്പോട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം മുമ്പ് കണ്ടിരുന്നു. നമുക്ക് സ്റ്റാൻഡേർഡ് വൈഡിൽ നമുക്ക് സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷനും ടെലിഫോട്ടോയിലും അൾട്രാ വൈഡിലും നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുമാണ് ഉള്ളത്. പിന്നീട് ബാക്കി എല്ലാ കാര്യങ്ങളും ഫോട്ടോഗ്രാഫിക് സ്റ്റൈല്, സിനിമാറ്റിക് മോഡ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മറ്റേതിലുള്ള പോലെ തന്നെ ഇതിലുമുണ്ട്. പക്ഷേ എക്സെപ്റ്റ് നമുക്ക് പ്രോറസിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും, 4K HDR ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട എക്സാക്ട് സെയിം ഫങ്ഷനാലിറ്റീസും ഫീച്ചേഴ്സും ഇതിലുണ്ട്. ആസ്ട്രോ ഫോട്ടോഗ്രാഫി ആ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഫ്രണ്ട് ഫേസിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു 12 MP ക്യാമറ ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതൊരു 2.2 ആപ്പറേച്ചറുള്ള ഒരു 12 MP ക്യാമറയാണ്. ഫ്രണ്ട് ഫേസിംഗിൽ ഡീപ് ഫ്യൂഷൻ, നൈറ്റ് മോഡ്, ഫോട്ടോഗ്രാഫിക് മോഡ് അങ്ങനത്തെ ഉള്ള എല്ലാ ഫങ്ഷനാലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും അവസാനം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പ്രീവിയസ് ഡിവൈസുകളായിട്ടുള്ള 12 Proയും 12 Pro Maxുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഐഫോൺ 13 Proയ്ക്ക് 1.5 hours നമുക്ക് എക്സ്ട്രാ ബാക്കപ്പ് കിട്ടും. അതോടൊപ്പം തന്നെ 13 Pro Maxന് നമുക്ക് 2.5 hours എക്സ്ട്രാ കിട്ടും. ഇത്രയും ഡിഫറൻസാണ് ബാറ്ററിയുടെ കാര്യത്തിലുള്ളത്. അതേപോലെ തന്നെ മാക്സേഫും ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഇതിലും സപ്പോർട്ടഡ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഇവൻറ്റിൽ നമ്മൾ കണ്ടത്. ഇനി ഇതിനെപ്പറ്റിയുള്ള കമ്പാരിസൺ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും താമസിക്കാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ Milan. Catch you guys in the next video. Till then, peace.